നമസ്തേ. ഞാനിപ്പോൾ വന്നിരിക്കുന്നതേ നമ്മുടെ ആലുംതാഴം വരാഹി ദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാടിനടുത്താണ് ഈ ഒരു വരാഹി ദേവി ക്ഷേത്രം ഉള്ളത്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടായിരുന്നു. ഇപ്പോഴും ആ വീഡിയോയ്ക്ക് താഴെ നമുക്ക് കമൻറ്റുകൾ വരുന്നുണ്ട്. ക്ഷേത്രത്തെ പറ്റി അന്വേഷിച്ചും പൂജകളുടെ വഴിപാടിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ദേവിയാണ് കേട്ടോ വരാഹി ദേവി എന്ന് പറയുന്നത്. നമ്മളന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഏക വരാഹി ദേവി ക്ഷേത്രമാണ് ഇത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആ വീഡിയോയുടെ താഴെ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇട്ടായിരുന്നു, പല സ്ഥലങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ്. എന്നാലും ഞാൻ ആദ്യമായിട്ടൊരു വരാഹി ദേവി ക്ഷേത്രത്തെ പറ്റി കേൾക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഈ ആലുംതാഴം വരാഹി ദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇന്ന് ചുറ്റും ഇങ്ങനെ പാടമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം. പാടത്തിൻ്റെ നടുക്ക് അവിടെയാണ് ദേവീക്ഷേത്രം വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അന്ന് ചെയ്ത വീഡിയോയിലുണ്ട് കേട്ടോ. അന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളന്ന് തിരുമേനിയും നമ്മുടെ കോമരവും പിന്നെ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അന്ന് പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം ഇവിടെ വരാഹി തെയ്യം ഉണ്ടായിരുന്നു. വരാഹി തെയ്യം നമ്മുടെ കാന്താര സിനിമയിൽ കാണിക്കുന്ന തെയ്യമില്ല, അതേമാതിരത്തെ വരാഹി തെയ്യം. അത് കർണാടക ബേസ് ചെയ്ത് കർണാടകയിൽ നിന്നുള്ള ആ തെയ്യം കലാകാരന്മാരാണ് വന്നിട്ട് വരാഹി തെയ്യം ഇവിടെ അവതരിപ്പിച്ചത്. അതും കാണാൻ വന്നിരുന്നു കേട്ടോ. അതും അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ കണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തെയ്യം കാണുന്നതൊക്കെ. നമുക്കൊരു ഭാഗ്യമായിട്ട് തോന്നി കണ്ടപ്പോൾ അങ്ങനെ ഒരു തെയ്യം കാണാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാനൊന്നും കൂടി ഇന്ന് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പഞ്ചമിയാണ്. ഇതൊന്നും അറിയാണ്ട് വന്നാണ് വരാഹി ദേവി ക്ഷേത്രത്തിലൊന്ന് വന്ന് തൊഴണം കുറച്ച് ദിവസം ഇങ്ങനെ കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് വന്നപ്പോൾ അറിയണം ഇന്ന് പഞ്ചമിയാണ്. പഞ്ചമിയുടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിൽ. അപ്പോൾ വരാഹി ദേവി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടി കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് ചെയ്ത വരാഹി ദേവി ക്ഷേത്രത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് കോഴിക്കോടുള്ളൊരു സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാണെന്ന് എന്താണെന്ന് അറിയില്ല. അദ്ദേഹം വിളിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് 2 കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് ഒരു വരാഹി ദേവിയുടെ ഒരു മന്ത്രമുണ്ട്, പിന്നെ അത് നമ്മളൊരു മുദ്രയുണ്ട്. ഇതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഇതൊക്കെ ആൾക്കാർക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടാവുന്നോ ഒന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരാഹി ദേവിയുടെ ആ ഒരു മന്ത്രം ജപിച്ചാൽ, ആ ഒരു മുദ്ര പിടിച്ച് ആ മന്ത്രം ജപിച്ചാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത് അനുഭവമാണ്. സാമ്പത്തികമായ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ അപ്പം വരാഹി ദേവിയുടെ ആ ഒരു മന്ത്രം ഇങ്ങനെ നമുക്ക് പറ്റാവുന്നിടത്തോളം അത്തരം നമ്മൾ ഉരുവിടുക ചെയ്യാറ്. അതെനിക്ക് എൻ്റെ അനുഭവമാണ്. പല ഒരു സാമ്പത്തിക കഷ്ടപ്പാടൊക്കെ വന്ന സമയത്ത് ഞാൻ ശരിക്കും ആ ഒരു വരാഹി ദേവിയുടെ ആ ഒരു മന്ത്രം ജപിച്ചിട്ട് അതിൻ്റെ ഒരു ഫലം എനിക്ക് കിട്ടിയതാണ്. അപ്പം അതോടുകൂടി ഞാൻ ശരിക്കും ഒരു വരാഹി ദേവിയുടെ അത്ര അധികം ഒരു ആരാധനിക്കുന്ന ഒരു ദേവിയായി മാറി വരാഹി ദേവിനെ. ഞാൻ ശരിക്കും വരാഹി ദേവിയുടെ ഒരു ക്ഷേത്രത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകളാണ്. കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നതാ. കാര്യസാധ്യമായിട്ട് ദേവിക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് വരാഹി ദേവിയിൽ നടക്കുന്നത്, രണ്ടാമത് ഭദ്രകാളി ദേവി, കഴിഞ്ഞ് വീരഭദ്രസ്വാമി, ഹനുമാൻ സ്വാമി കഴിഞ്ഞിട്ട് കലപ്പ തൊഴിട്ട് ചുറ്റി വരിക, നാഗങ്ങൾ തൊഴുക. അത് കഴിഞ്ഞ് മൂലയിലൊരു വിളക്കുണ്ട്, അത് വരാഹി ഗണപതിയിലെയാ. അവിടെ തൊഴുത് നേരെ വന്നിട്ട് നടക്ക സമർപ്പിക്കും. ഉയരാൻ പാടില്ല. ആലുംതാഴം വരാഹി ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കലപ്പ സമർപ്പണം. വഴിപാടിന്റെ വിശദ വിവരങ്ങളാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നത്. ഉദ്ദിഷ്ടകാര്യ സ്ഥിതിക്ക് നടത്തുന്ന വഴിപാടാണിത്. ദേവിയുടെ ആയുധമായ കലപ്പയുടെ ചെറുരൂപങ്ങളാണ് നമ്മൾ സമർപ്പിക്കുന്നത്. വഴിപാട് സമർപ്പിക്കേണ്ട കലപ്പയുടെ ചെറുരൂപങ്ങളെല്ലാം തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. 100 രൂപയാണ് കലപ്പ സമർപ്പണത്തിന്റെ ചാർജ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ചെന്നത് പഞ്ചമി ദിവസമായിരുന്നു.
പഞ്ചമി ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസമാണ്. അന്ന് വിശേഷാൽ പൂജയും വിളക്ക് സമർപ്പിക്കുന്ന ഈ ഒരു വഴിപാടും ഉണ്ടാവും. പഞ്ചമി ദിവസം വിളക്ക് സമർപ്പിക്കുന്ന ഈ ഒരു വഴിപാടിന് നേരത്തെ ബുക്ക് ചെയ്യേണ്ടതാണ്. ആലുംതാഴം വരാഹിദേവി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് മണ്ണ് സമർപ്പണം. നമ്മുടെ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഈശാന കോണിലെ ഒരു പിടി മണ്ണെടുത്ത് കഴുകി ദേവിക്ക് സമർപ്പിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറുമത്രേ. ആലുംതാഴം വരാഹിദേവി ക്ഷേത്രത്തിന്റെ വിശദമായ വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആ വീഡിയോ കാണാത്തവർ വീഡിയോ കാണാൻ മറക്കരുത്. ഇന്ന് അപ്പോൾ ഇവിടെ പഞ്ചമിയാണ്. പഞ്ചമി ഇവിടെ വിശേഷമാണ്. അപ്പോൾ അതിൻ്റെ പൂജകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ 2 വർഷം വന്നപ്പോൾ കണ്ടതിനേക്കാളും വളരെയധികം മാറിയിട്ടുണ്ട് കേട്ടോ ക്ഷേത്രം പരിസരമൊക്കെ. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് കയറി കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.